നമസ്കാരം. തിരുവനന്തപുരം എയർപോർട്ടിനടുത്ത് ഒരു വീട്ടമ്മയും വീട് നിറയെ പൂച്ചകളും. വളരെ വ്യത്യസ്തമായ ഒരു കഥ പറയാനാണ് വന്നത്. നമുക്ക് ആ കഥ നേരിട്ട് കാണാം. എത്രത്തോളം രൂപ ഇങ്ങനെ തൊലച്ച് കളഞ്ഞു? അയ്യോ, തൊലച്ചതല്ലല്ലോ. നമ്മുടെ സഹജീവികൾക്ക് നമ്മൾ നമ്മുടെ കൂടപ്പിറപ്പുകളെ പോലെ അവരെ സഹായിച്ചതല്ലേ, ഇല്ലായ്മക്കാരെ സഹായിച്ചതല്ലേ. അത് നമ്മൾ തൊലക്കില്ലല്ലോ. അതൊരു ഹാപ്പിനെസ്, ഒരു സന്തോഷമല്ലേ നമ്മുടെ മനസ്സിൽ. കള്ളുകുടിമാർ കള്ളുകുടിക്കുമ്പോൾ അവർക്ക് എന്താണ് തോന്നുക? ഒരു സന്തോഷമല്ലേ. അവർ പിന്നെ അത് നിർത്തുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? അതിലവർ അഡിക്റ്റ് ആയിപ്പോയി. കയ്യിൽ പെട്ടെന്ന് ഒരു ദിവസം പൈസ ഇല്ലാതെ വന്നാൽ ഇതൊക്കെ ഇല്ലല്ലോ ഇപ്പം ഇല്ലല്ലോ. ഇല്ലെങ്കിലും അതെനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ എങ്ങനെ മാനേജ് ചെയ്യും എന്ന് ചോദിച്ചാൽ, നമ്മൾ ചെയ്ത കുറച്ച് നന്മകളല്ലേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വഴി കാണും. ഇപ്പോൾ കണ്ട ഉടനെ ഉമ്മ കൊടുക്കും. കാണണോ ബാക്കളെ? അവർ തമ്മിൽ സ്നേഹമാണല്ലേ? ഒരു സ്നേഹമാണ്. നമസ്കാരം. ഒരുപാട് പൂച്ചയുള്ള ഒരു വീടുണ്ടെന്ന് അറിഞ്ഞാ വന്നേ. അതെ, അതിനെ താഴെ വെച്ചേക്ക്. എന്താണ് ഇത്രയും പൂച്ചകൾ ഇങ്ങനെ ഒരുമിച്ച് വളർത്താൻ കാര്യം? ഇല്ല, പൂച്ച ഒരെണ്ണത്തിന് ഒരാഗ്രഹം കൊണ്ട് എടുത്തതാണ്. ഞാൻ ആദ്യം ഒരു പേർഷ്യൻ ക്യാറ്റിനെ വേണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് എടുത്തതാണ്. അപ്പോൾ അതിനൊരു കൂട്ട് ഒരു പൂച്ചയെ കൂടെ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ അവർ പിന്നെ പ്രകൃതി നിയമമല്ലേ, അവർ 1 ഇയർ കഴിഞ്ഞപ്പോൾ ഒരു 4 കുട്ടികളെ പ്രസവിച്ചു. അവരാണത്. മിത്തു, ആ കിടക്കുന്ന ഒരാളെ പേര് ബോച്ച എന്നാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഈ കിടക്കുന്ന മൊണാലിസ, അങ്ങനെ കുറേ ഇവരല്ല. അപ്പോൾ ആ 3 പിള്ളേർക്ക് ഞാൻ 3 പെൺപിള്ളേരെ വെളിയിൽ നിന്ന് മേടിച്ചു. വീണ്ടും ഇവരെ കരച്ചിലായിരുന്നു, ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ അങ്ങനെ അപ്പോൾ അവർ, അതും പ്രകൃതി നിയമം. അപ്പോൾ അവർ വീണ്ടും കുട്ടികളുണ്ടായി. ഇത് ആദ്യം വാങ്ങിച്ചതിനെ മക്കളായിട്ട് കണ്ടു. രണ്ടാമത് ഇവർ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ കൊച്ചുമക്കളായിട്ട് കണ്ടു. അപ്പോൾ എനിക്ക് സെയിൽ ചെയ്യാനുള്ള മനസ്സ് വന്നില്ല. പിന്നെ ഒരുപാട് ഇപ്പോൾ നമ്മൾ ശരിക്കും പറയണമെങ്കിൽ ഞാനൊരു ചാരിറ്റി പ്രവർത്തകയാണ്. പക്ഷേ നമ്മൾ മനുഷ്യർക്ക് ചെയ്യുന്നേക്കാളും നാക്കടുക്ക പ്രാണികൾക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് നമുക്കൊരു പ്രത്യേക സന്തോഷമാണ്. അവർ തരുന്ന വേദന ഇവർ തരില്ല, മനുഷ്യർ തരുന്ന വേദന ഇവർ തരില്ല. അതായത് പറഞ്ഞു വരുന്നത്, മനുഷ്യരെക്കാട്ടും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്നത് മൃഗങ്ങളോടാണ്, നായ്ക്കളോടും പിന്നെ പൂച്ചകളോടും ജീവജാലങ്ങളോടും. ശരിക്കും നമ്മുടെ വർഗത്തിൽപ്പെട്ട അല്ലാതുള്ള ആരെയും സ്നേഹിക്കാം. അതാണ് എൻ്റെ അനുഭവം, ഞാൻ പറയുകയാണ്. അപ്പോൾ ആദ്യം ബോറടിക്കാതിരിക്കാൻ ഒരെണ്ണം വാങ്ങി. പിന്നെ ഇത് ഇത്രയും പേരായി, കൊടുക്കാനുള്ളൊരു മനസ്സ് വന്നില്ല. പിന്നെ ഇവരിവിടെ ഇതാക്കി. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ, എനിക്കിവരെ ആരുടെയെങ്കിലും കൈകളിൽ എത്തിക്കണം. ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ രാവിലെ എന്നെ സഹായിക്കാൻ ഒരു കൊച്ചു വരുന്നുണ്ട്. ഈ പേർഷ്യൻ ക്യാറ്റ്സുകൾ അല്ലാതെ സാധാ പൂച്ചകളും ഉണ്ട്. അത് ക്രോസൊക്കെയാണ്. അടുത്ത വീടുകളിലെ പൂച്ചകൾക്കെല്ലാം ഞാൻ ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ അവർ ഇവരെക്കാളും സൈസുണ്ട്. അത് കിച്ചണിൽ കിടക്കുന്നുണ്ടേ. അവരിപ്പോൾ പോകുന്നില്ല അവരെ വീട്ടിൽ. അവരിപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെയാണ്. ഈ നാടൻ പൂച്ചയ്ക്ക് ഇത്രയും വളരുമോ? അത് പിന്നെ ഫുഡ് കൊടുക്കും. ഇവള് അല്ലല്ല ക്യാറ്റ് ഫുഡാണ് കഴിക്കുന്നത്. ഇത് പിന്നെ സാധാ ഫുഡെന്ന് പറഞ്ഞാൽ എല്ലാ മീനുമൊന്നും കഴിക്കത്തില്ല. അത് കഴിക്കുന്നത് നെത്തോലി എന്ന് പറയുന്ന മീൻ മാത്രമേ കഴിക്കുള്ളൂ. അത് 5 എണ്ണം ഉണക്കി, അല്ലെങ്കിൽ പച്ചയ്ക്കല്ലേ വേവിച്ചത്ര വേണ്ട. സാധാരണ ഈ വിദേശ ക്യാറ്റുകൾക്കാണ് ഇങ്ങനെ വള്ളിയും കയറും ഒക്കെ ഇട്ട് കണ്ടിട്ടുള്ളത്. ഇത് ഈ നാടൻ പൂച്ചയ്ക്കും ഇങ്ങനെ ഇടുമോ? അത് സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ നാടൻ പൂച്ചകളെ എല്ലാവരും വീടുകളിൽ വളർത്തുന്നുണ്ടല്ലോ. പക്ഷേ ഈ നാടൻ പൂച്ചകൾ എല്ലാ വീടുകളിലും പോയി അവരെ വീട്ടിൽ ഉപദ്രവിക്കും. പിന്നെ ഈ പല വൃത്തിയില്ലാത്ത പൂച്ചകളുമായിട്ട് ചേർന്നിട്ടേ പുഴുക്കടി അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളൊക്കെ വരും ഇവർ ചാടിപ്പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഇവർ നമ്മളെ വീടിനകത്ത് തന്നെ കളിക്കാനായിട്ട് ഇതുപോലെ കെട്ടി, നീളത്തിന് കെട്ടിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അവർ ചാടി ഇവരുമായിട്ടൊക്കെ കളിച്ചോളും. പിന്നെ പട്ടിയുണ്ട്, പട്ടിയായിട്ടൊക്കെ കളിച്ചോളും. ഈ നാടൻ പൂച്ചകൾ പേർഷ്യൻ ക്യാറ്റിനെ ഉപദ്രവിക്കുമോ? ഇല്ല, അവർ കമ്പനിയാണ്. അവർ ഭയങ്കര സ്നേഹമാണ്. അത് ശരിക്കും പറയണമെങ്കിൽ ഇവൻ്റെ അടുത്താണ് പേർഷ്യൻ ക്യാറ്റിന് കൂടുതലും ലവ് ആയിട്ട് നിൽക്കുന്നത്. പെൺ ക്യാറ്റെല്ലാം ഇവനെയാണ് ലവ് ചെയ്യുന്നത്.
ഇവൻ്റെ അടുത്താണ് ലവ്. പക്ഷേ ഇവന് ഞാൻ ഓപ്പറേഷൻ ചെയ്തിട്ടിരിക്കുക. ആ ബംഗാളി അത് 20,000 രൂപയുടെ ക്യാറ്റാണ്. അതിന് പോലും ഇവനെയാണ് ഇഷ്ടം. അതിന് പോലും ഇപ്പം കണ്ട ഉടനെ ഉമ്മ കൊടുക്കും. കാണണോ ബാക്കളെ? സ്നേഹമാണല്ലേ? ആ, ഒരു സ്നേഹമാണ്. പൂച്ചകളെ വളർത്തണമെന്നൊരു ആഗ്രഹം തോന്നി. ഞാൻ തനിച്ചാണ് ഇവിടെ. അപ്പോൾ ബോറടിക്കാതിരിക്കാനാണ് ഒരു പൂച്ചയെ വാങ്ങിയപ്പോൾ അതിൽ ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഒന്നിനെ വാങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി. പിന്നെ വളർന്നു വന്നപ്പോൾ ഇഷ്ടം കൊണ്ട് കൂടി വന്നു. പിന്നെ നാട്ടിലുള്ള എല്ലാം ഇപ്പോൾ വരും. ഒരു വൈകുന്നേരം ആകുമ്പോൾ അടുത്ത വീട്ടിലെ പൂച്ച റോഡിൽ വരും. കിച്ചണിൽ 2 പേരുണ്ട്. അതിനെ കാണാൻ നല്ല രസമാണ്. ഭയങ്കര തടിച്ച് വീർത്ത് ഇതിനേക്കാളും ഉള്ളതാണ്. ഇതിപ്പോൾ എന്ത് ജോലിയായിരുന്നു ചെയ്തിരുന്നത്? ഞാൻ ജോലി അങ്ങനെ ജോലിയൊന്നും ഇല്ലായിരുന്നു. മകനും ഞാനും കൂടെ ചേർന്നിട്ട് സോഷ്യൽ വർക്ക്, അതായത് നമ്മുടെ നാട്ടിലുള്ള അട്ടപ്പാടി, അട്ടത്തോട് ഇങ്ങനെയൊക്കെയുള്ള ആദിവാസി മേഖലകളിലും അല്ലാതെയൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ നമ്മൾ ചാരിറ്റി ചെയ്യുമായിരുന്നു. ചാരിറ്റിയിൽ നിന്നുകൊണ്ടാണോ പൂച്ചകൾ വളർത്തി തുടങ്ങിയത്? എങ്ങനെയാണ്? ഇല്ല, ചാരിറ്റി ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ 2016 ഞാൻ സിംഗപ്പൂരിലായിരുന്നു. നാട്ടിൽ വന്നിട്ട് സ്ഥിരം ചാരിറ്റി ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് എടുത്താണ് സിംഗപ്പൂരിൽ നിന്ന് നാട്ടിൽ വന്നത്. നാട്ടിൽ വന്ന് ചാരിറ്റിയൊക്കെ ചെയ്ത് കൊറോണ വരെ നല്ല അടിപൊളിയായിട്ട് എല്ലാ സ്ഥലത്തും കേരളത്തിൻ്റെ ഏകദേശമുള്ള ഭാഗങ്ങളിലെല്ലാം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ബുദ്ധിമാന്ദ്യം സംഭവിച്ച സ്കൂളല്ല, കോൺവെൻറ്റുകളുണ്ടല്ലോ, അവരെ വളർത്തുന്ന സ്ഥലം, അവിടെ പിന്നെ അട്ടത്തോട്, അട്ടപ്പാടി അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത്, അത്തിക്കയം, ഇവിടെയെല്ലാം പോയി ഞാൻ വീടിന് മേൽക്കൂര, പിന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സാധനങ്ങൾ, പിന്നെ കളിക്കാനുള്ള അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ കൊറോണ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ ചാരിറ്റി കുറച്ച് കുറഞ്ഞു. അപ്പോൾ വീട്ടിലിരുന്നപ്പോൾ ബോറടിച്ചപ്പോൾ ഒരു പൂച്ചക്കുഞ്ഞിനെ മേടിച്ചതാണ്. അങ്ങനെ ഒന്ന് വാങ്ങിച്ചു. 6 മാസം കഴിഞ്ഞപ്പോൾ അവർ തന്നെ പറഞ്ഞു, അയ്യോ അതിനൊരു കൂട്ട് വേണ്ടി, ഒന്നും കൂടെ മേടിക്കുക. അങ്ങനെ മേടിച്ച് ഇത്രയും പൂച്ചകളായതാണ്. വീട് നിറച്ച് പൂച്ചകൾ. പുറത്തും കൂട് അകത്തും കൂട് അയലത്തുള്ള പൂച്ചകളും വരും. അയലത്തുള്ള പൂച്ചകൾ വരും. അവർക്ക് ഞാൻ ഫുഡ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ അത് ഇവിടെ വെളിയിൽ ഇവിടെയും വരും. പിന്നെ അയലത്തുള്ള പൂച്ചകൾ ഇവിടെ വന്നിട്ട് ഇവിടെ സ്ഥിരമായി. ആ പൂച്ചയെ ഞാൻ കാണിച്ചു തരാം. അത് ഇവിടുന്ന് പോകത്തില്ല? അതിന് ഞാൻ കാണിച്ചു തരട്ടെ. അപ്പോൾ ഇത്രയും പൂച്ചകൾ വന്നപ്പോൾ നിങ്ങൾക്കൊരു അസ്വസ്ഥത തോന്നിയില്ലേ? ഏയ്, ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് മനുഷ്യരാകുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറേ ദുഃഖങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്കുണ്ടല്ലോ. നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മുടെ ബന്ധുക്കളെക്കുറിച്ച് ആലോചിക്കും, നമ്മുടെ വീട്ടിൽ മരിച്ചുപോയവരെക്കുറിച്ച് ആലോചിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ചുമ്മാ കരയാനല്ലേ സമയം കാണുള്ളൂ. അപ്പോൾ അതിൽ നിന്നൊരു മോചനം എന്ന് പറഞ്ഞാൽ പൂച്ച ഉള്ളതുകൊണ്ട് ഞാൻ 24 hours ഇപ്പോൾ എൻഗേജ്ഡാണ്. ശരിക്കും പറയണമെങ്കിൽ എനിക്ക് ടൈമില്ല, ഉറങ്ങാൻ ടൈമില്ല. ഞാൻ 2 മണിക്കൊക്കെയാണ് കിടക്കുന്നത്. 2 മണി വരെ ഇവരുടെ ഇതെല്ലാം കോരി വൃത്തിയാക്കി ഫുഡും ഒക്കെ വെച്ച് കൊടുത്തിട്ടാണ് കിടക്കുന്നത്. എന്നിട്ട് രാവിലെ 9 മണിക്കൊക്കെ എണീറ്റ് വന്നാൽ പിന്നെ ഇവരുടെ അടുത്ത് തന്നെയാണ്. ഭക്ഷണം 12 മണിക്കാണ് കാപ്പി കുടിക്കുന്നത്. 6-7 മണിയാവും ഉച്ചത്തെ ഭക്ഷണം കഴിക്കാൻ. രാത്രി ഇല്ല, ഫുഡില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇവർക്ക് ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് റോയൽ ക്യാനിൻ്റെ മദർ ആൻഡ് കിറ്റൻ പിള്ളേർക്ക്. അതവിടെ ഇരിപ്പുണ്ട്. ഈ കുഞ്ഞുങ്ങൾ കിറ്റന്, ചെറിയ കിറ്റൻസിന്. പിന്നെ ഇവർക്ക് കൊടുക്കുന്നത്, ഇവർ വിസ്കാസ് കഴിക്കത്തില്ല, അങ്ങനെയുള്ള ഫുഡൊന്നും കഴിക്കത്തില്ല. ഇവർ ആപ്രോ എന്ന് പറഞ്ഞൊരു ഫുഡുണ്ട്. അതാണ് ഇത് ചാക്കിൽ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. ഇന്ന് വാങ്ങിച്ചതാണ്. ആഴ്ചയിൽ 7,000 രൂപ വേണം ഫുഡ് ലിറ്റർ. പിന്നെ മറ്റേ ഡോഗിന് ഷാർക്കോളും ഡോഗ് ഫുഡും. ഈ പൂച്ചയുടെ കൂടെ പട്ടിയും വളർത്തുന്നുണ്ട്. 2 പേരുണ്ട്. ഒന്ന് സ്ട്രീറ്റിൽ കൂടെ പോയ ഒരു പെൺപട്ടിയാണ്. അപ്പോൾ അതിനെ ഞാനിങ്ങെടുത്തു. ആളുകൾ അടിക്കുന്നത് കണ്ടപ്പോൾ എടുത്തു. അത് ഇവിടെ കിടപ്പുണ്ട്. ഒരു ജർമ്മൻ ഷെപ്പേർഡുണ്ട്. അവളെ ഇപ്പോൾ അകത്തിട്ടിരിക്കുക. ഈ ചാരിറ്റി മേഖലയിൽ നിന്ന് ഒരുപാട് പൈസകൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? ചാരിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ബിസിനസ് ആയിരുന്നല്ലോ, പലർക്കും ഒരു ബിസിനസ് ആയിട്ട് കാണുന്നുണ്ടല്ലോ. അത് ചാരിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവരും ഉദ്ദേശിക്കുന്നത് നമ്മൾ ചാരിറ്റി ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ ചിലവും കൂടെ കഴിയും. അങ്ങനെയാണല്ലോ ചാരിറ്റി പലരും എടുക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനല്ല. ഞാൻ 1 രൂപ കൊടുത്ത് എൻ്റേതായിട്ടുള്ള അതായത് എൻ്റെ ആയാലും മകൻ്റെ ആയാലും അധ്വാനത്തിൻ്റെ എന്തെങ്കിലും അതെടുത്ത് നമ്മൾ ഒരാൾക്കൊരു ഭക്ഷണം മേടിച്ചു കൊടുക്കാനേ പറ്റുന്നുള്ളെങ്കിൽ അതാണ് എൻ്റെ ചാരിറ്റി. അപ്പോൾ ഞാൻ ചാരിറ്റിയിൽ വന്നതിന് ശേഷം
എനിക്ക് എൻ്റെ സർവ്വ സ്വത്തും, സ്വർണ്ണമായാലും വീടായാലും 10-13 വണ്ടിയൊക്കെ ഉണ്ടായിരുന്നതാണ്. എന്ത് വണ്ടി? എല്ലാ വണ്ടികളും ഉണ്ടായിരുന്നു. മറ്റേ എന്താണ് ടവേര, സ്കോർപ്പിയോ അങ്ങനെയൊക്കെയുള്ള വാഹനങ്ങളൊക്കെ ഉണ്ട്. റെൻറ്റിന് കൊടുക്കുമായിരുന്നു. എല്ലാം പോയി എന്ന് വെച്ചാൽ എനിക്കതിൽ വിഷമമൊന്നുമില്ല. വീടുണ്ടായിരുന്നു, വീടെല്ലാം പോയി. സ്വർണ്ണം വീടും നഷ്ടപ്പെട്ടോ? എല്ലാം. അത് വീട് ഒരു ആൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തതാണ്. അവർക്ക് ലോൺ എടുക്കാൻ വേണ്ടി കൊടുത്തതാണ്. അപ്പോൾ അത് അവർ എടുത്തു തന്നില്ല. അങ്ങനെ ജപ്തി ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ അത് കൊടുത്തു. പിന്നെ കാറുകളൊക്കെ ചാരിറ്റി ചെയ്തതല്ല. കാറ് ഞാൻ മോൻ്റെ അടുത്ത് പോകാൻ നേരത്ത് ലോൺ നിർത്തിയൊക്കെ പലർക്കും അങ്ങനെ കൊടുത്തു. പലരും ലോൺ അടച്ചില്ല. അങ്ങനെയൊക്കെ ഇതായിട്ട് പിന്നെ അതങ്ങനെ അങ്ങ് തീർന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും വന്നിട്ട് 96 വന്നിട്ടാണ് ചാരിറ്റി രജിസ്റ്റർ ചെയ്തിട്ട് ചെയ്യാൻ തുടങ്ങിയത്. സംഘടന വല്ലതും ഉണ്ടോ? കാരുണ്യസൻ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഞങ്ങൾക്ക് 12/80 ഒന്നുമില്ല. അതുകൊണ്ട് ഫണ്ട് അങ്ങനെ ഒരുപാടൊന്നും കിട്ടില്ല. വാങ്ങിയിട്ടുണ്ട്. അതായത് എനിക്ക് ഫേസ്ബുക്കിൽ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അപ്പം ഞാനിപ്പോൾ ഒരു 10,000 രൂപയുടെ കാര്യം ഒരു 50,000 രൂപയുടെ കാര്യം ചെയ്യണമെങ്കിൽ 10,000 രൂപ ഞാൻ ഇടണമെങ്കിൽ ബാക്കി പൈസ എനിക്ക് 2-3 ഗൾഫിലൊരു തങ്കച്ചൻ വർഗീസ്, UK-ലുള്ളൊരു സോജി തോമസ് എന്ന് പറഞ്ഞ പുള്ളി, അങ്ങനെ കുറേ ആൾക്കാർ, നല്ല കുറച്ച് ആൾക്കാർ, ഒരുപാട് 5000 ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും 5000-ൽ പോയിട്ട് 100 പേര് പോലും എനിക്ക് സഹായിച്ചിട്ടില്ല. പക്ഷേ 1-2 പേര് ഇപ്പോൾ ഞാൻ 9-ാം തീയതി ഓൾഡ് ഏജ് ഹോമിൽ ഫുഡ് കൊടുക്കുന്നുണ്ട്. ഈ ഓണം കഴിഞ്ഞിട്ടുള്ള 9-ാം തീയതി സാന്റാ മറിയ ഓൾഡ് ഏജ് ഹോമിൽ ഫുഡ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് തങ്കച്ചൻ വർഗീസും ഞാനും കൂടെ ചേർന്നാണ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ പുള്ളിയുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കാറുണ്ട്, ചാരിറ്റി ചെയ്യാനായിട്ട് സഹായിക്കാറുണ്ട്. പിന്നെ ഞാൻ ചാരിറ്റി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനല്ല. ഇപ്പം ഞാൻ ബിഗ് സീറോയാണ്. എൻ്റെ കയ്യിലൊന്നുമില്ല, വീടില്ല, ഇത് റെൻ്റൽ വീടാണ്, സ്വർണ്ണമില്ല. ഞാനിവിടെ വരുമ്പോൾ 57 പവനായിട്ടാണ് വന്നത്. എൻ്റെ നാട്, എൻ്റെ ഫാദറിൻ്റെ സ്ഥലം ആലപ്പുഴയും അമ്മ ഫാദറിൻ്റെ സ്ഥലം ആലപ്പുഴയാണ്. പക്ഷേ അത് ചെറുതിലേക്ക് മരിച്ചത് കൊണ്ട് അവരുടെ പ്ലേസിലൊന്നും ഞങ്ങൾ അങ്ങനെ പോകാറില്ല. അവിടെയുള്ള ആൾക്കാരെയും നമുക്കത്ര അറിയത്തുമില്ല. വലിയമ്മച്ചാണ് വളർത്തിയത്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ബ്രദർ കാനഡയിലാണ്. പിന്നെ ഒരു ചേച്ചി പത്തനംതിട്ടയാണ്. പുള്ളിക്കാരി ഇപ്പോൾ ഖത്തറിലാണ്. പിന്നെ സിംഗപ്പൂരിൽ എത്തിച്ചേർന്നു. മോനെ പഠിക്കാൻ വിട്ടതാണ്. മോൻ്റെ കൂടെ പോയി? ഇല്ല, മോനെ പഠിക്കാൻ വിട്ടു. മോൻ പഠിച്ചിട്ട് ബുദ്ധിമാനായതുകൊണ്ട് നാട്ടിൽ വരാൻ മടിച്ച് ഓരോരോ കള്ളത്തരങ്ങൾ പറഞ്ഞ് അത് പഠിക്കണം ഇത് പഠിക്കണം എന്ന് പറഞ്ഞ് അവിടെ അങ്ങനെ കുറേ നിന്നപ്പോൾ അവന് സിറ്റിസൺഷിപ്പ് കിട്ടി. കാനഡയിൽ അല്ല, സിംഗപ്പൂർ. അപ്പോൾ അവൻ അവിടെ ആയതുകൊണ്ട് അങ്ങനെ പോയതാണ്. അവിടെ നിന്ന് തന്നെ അവൻ ഒരു ഇന്തോനേഷ്യയിലുള്ള ഒരു കൊച്ചിനെ കല്യാണം കഴിച്ചു. അപ്പോൾ അങ്ങനെ ആണ് കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയാണ് പിന്നെ വീണ്ടും തിരിച്ച് നാട്ടിൽ വരുന്നു. അല്ല, സിംഗപ്പൂരിൽ നിന്നപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ എനിക്ക് കുറേ ആഡംബരമായിട്ട് കുറേ അങ്ങനെ ജീവിക്കുന്നതിൽ എനിക്ക് വലിയ താല്പര്യമില്ല. എൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മലയാളം സംസാരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ ഇപ്പോൾ എവിടെ ഇറങ്ങിയാലും ഒരു മലയാളിയെ കാണാം. ദുബായിലൊക്കെ ആണെങ്കിൽ എവിടെ ഇറങ്ങിയാലും മലയാളി കാണാം. അവിടെ ചൈനക്കാരല്ലേ ഉള്ളൂ. പിന്നെ വീട്ടിനകത്ത് നമ്മൾ ഇരിക്കണ്ടേ, വീട്ടിനകത്തിരിക്കുക, പിന്നെ നമ്മൾ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ എന്തായാലും മകൻ അവിടെ എനിക്കൊരു $1,500 എനിക്കായിട്ട് ചിലവാക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ആ പൈസ എനിക്ക് നാട്ടിൽ തന്നാൽ ഒരു 5 പേർക്കെങ്കിലും നമുക്കൊരു നേരത്തെ ആഹാരം മേടിച്ച് കൊടുത്തിട്ട് അതൊരു സന്തോഷമല്ലേ. മറ്റുള്ളവർക്കും കൂടെ നമ്മളുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്കും കൂടെ സഹായിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ എനിക്കെന്തോ ഒരു ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ആരെയൊന്നും ഇത്രയും കാലം ഞാൻ ചാരിറ്റി ചെയ്തതിൽ ഒരു ചാരിറ്റി പൈസ എടുത്തൊരു നാരങ്ങ വെള്ളം പോലും ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് എൻ്റെ കയ്യിലുള്ളതെല്ലാം പോയി. ഇപ്പം ഞാൻ വയനാടുള്ളൊരു ടീച്ചർ, അവരെ കാല് രണ്ടും പഴുത്ത് വല്ലാണ്ടൊക്കെ ആയി ഇരിക്കുമായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഒരാൾ പാർട്ടി പറഞ്ഞതുപോലെ അവർക്ക് സുഖമില്ല, കാല് ഇങ്ങനെയാണ്, ചേച്ചി അതൊന്ന് സഹായിക്കാമോ. ഞാൻ അനന്തപുരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അവർ കോംപ്ലിമെൻ്റ് എന്നാണ് പറഞ്ഞത്. അവസാനം അവർ നല്ലൊരു എമൗണ്ട് 4 ലക്ഷം രൂപ ചോദിച്ച് വഴക്കുണ്ടാക്കി ഒരു 3 ലക്ഷത്തിൽ ഒതുക്കി അതിൻ്റെ സ്വർണ്ണമൊക്കെ വിറ്റാണ് കൊടുത്തത്. അമ്മ ഇപ്പോഴും ഉണ്ട്, ഇഞ്ചക്കിലാണ്, അവരിപ്പോഴും ഉണ്ട്. കാലെല്ലാം റെഡിയായി. 2 കാലും മുറിക്കേണ്ട ഒരു അവസ്ഥ വന്നതാണ്. പക്ഷേ അത് റെഡിയായി.
അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കെന്തോ ഭയങ്കര സന്തോഷമാണ്. അല്ലാതെ നമ്മൾ ചാരിറ്റിയുടെ മറവിൽ നമ്മൾ പൈസ, ഇപ്പോൾ ചാരിറ്റി ചെയ്തവർക്കെല്ലാം വീടുണ്ട്, പലർക്കും നമ്മൾ പേരൊന്നും എടുത്ത് പറയേണ്ട, എല്ലാവർക്കും എല്ലാം അറിയാം. ചാരിറ്റി ഇപ്പോൾ കോടികൾ നമ്മളൊരു അതേസമയത്ത് അത് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഇത്രയും ചെയ്യുന്നു, എൻ്റെ പൈസയിൽ ഞാൻ ചെയ്യുന്നു. ഇപ്പോൾ ഒരാൾക്ക് സുഖമില്ല, ഞാനൊരു പരസ്യം ഇടുകയാണ്, ഒരു ഇതിടുകയാണ്, ഇവരെ സഹായിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇടുകയാണ്. ഒരു മനുഷ്യൻ നമുക്ക് സഹായിക്കത്തില്ല. അതേസമയത്ത് വേറെ ചില ആൾക്കാർ കൊണ്ടിട്ടിട്ട് ഇപ്പോൾ ഒരു 3 കോടി രൂപ വേണം, അല്ലെങ്കിൽ ഒരു 5 കോടി രൂപ വേണം എന്ന് പറഞ്ഞ് കൊണ്ടിട്ട 2-3 ദിവസം കൊണ്ടാണ് ആ 3 കോടി 5 കോടിയൊക്കെ അവരുണ്ടാക്കുന്നത്. അതെന്താ അങ്ങനെയെന്ന് നമുക്കറിയത്തില്ല. തങ്കച്ചൻ വർഗീസ് 5000 രൂപ അയച്ചു ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഓൾഡ് ഏജ് ഹോം ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമുക്കിങ്ങനെ വലിയ വലിയ എമൗണ്ടുകളൊന്നും അങ്ങനെ ആരും തന്നിട്ടുമില്ല. ഫംഗ്ഷൻ നടന്നപ്പോൾ ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ വാർഷികം നടത്തിയപ്പോൾ നമുക്ക് 50,000 രൂപ വരെയൊക്കെ തന്നിട്ടുണ്ട്. അവിടെ ഫംഗ്ഷൻ രൂപ ഇങ്ങനെ അയ്യോ തൊലച്ചതല്ലല്ലോ, നമ്മുടെ സഹജീവികൾക്ക് നമ്മൾ നമ്മുടെ കൂടെ പിറപ്പുകളെ പോലെ അവരെ സഹായിച്ചതല്ലേ, ഇല്ലായ്മക്കാരെ സഹായിച്ചതല്ലേ. അത് നമ്മൾ തൊലക്കില്ലല്ലോ, അതൊരു ഹാപ്പിനെസ്, ഒരു സന്തോഷമല്ലേ നമ്മുടെ മനസ്സിൽ. അത് ചെയ്യുന്നവർക്കേ അറിയുള്ളൂ. കള്ളുകുടിമാർ കള്ളു കുടിക്കുമ്പോൾ അവർക്ക് എന്താണ് തോന്നുക? ഒരു സന്തോഷമല്ലേ. അവർ പിന്നെ അത് നിർത്തുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? അതിലവർ അഡിക്റ്റായിപ്പോയി. എന്നെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ഇത് ചാരിറ്റി. ഇപ്പം ഞാൻ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്, ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. എനിക്കൊന്നും വേണ്ട, എനിക്കിപ്പോൾ ഒന്നും ഇല്ല. പെട്ടെന്ന് ഒരു ദിവസം പൈസ ഇല്ലാതെ വന്നാൽ ഇതൊക്കെ ഇല്ലല്ലോ ഇപ്പം ഇല്ലല്ലോ. ഇല്ലെങ്കിലും അതെനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ എങ്ങനെ മാനേജ് ചെയ്യും എന്ന് ചോദിച്ചാൽ, നമ്മൾ ചെയ്ത കുറച്ച് നന്മകളല്ലേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വഴി കാണും. ആ സമയത്ത് പണയം ഇരിക്കുന്നതെങ്കിലും എടുത്ത് വിൽക്കും, പണയം വെച്ചിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത്. ഇപ്പം അങ്ങനെയൊക്കെയാകുന്നു ചെയ്തപ്പോഴേ സത്യത്തിൽ മകൻ്റെ കുറേ പൈസയും കൂടെ പോയി. മകൻ ഇഷ്ടം, അതാണ് എൻ്റെ ഇല്ല. എൻ്റെ ഏറ്റവും വലിയ പുണ്യം, എൻ്റെ ഏറ്റവും വലിയ സന്തോഷം, എനിക്ക് ഈ രോഗവും അല്ലാതെ ഒക്കെ അതിലൊക്കെ ഈ പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ എല്ലാം എനിക്ക് ബ്രെയിനിൽ ബ്ലഡൊക്കെ ക്ലോട്ടായി കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് പിന്നെ നമ്മളെല്ലാവരോടും പറയണ്ടല്ലോ. ഇത്രയും ഈ രോഗാവസ്ഥ വന്നിട്ടും ഈ ഒരു എന്നെ കണ്ട പറയൂ ഇല്ല. അതെന്തുകൊണ്ടാണ്? അല്ല, ചാരിറ്റി. ഇത്രയും ബ്രെയിനിൽ വാൽവിലൊക്കെ പ്രശ്നമുള്ള ഒരാള് ട്യൂമർ വന്നു. ട്യൂമറല്ല, അല്ല, ബ്രെയിനിൽ ട്യൂമർ അല്ല, ബ്രെയിൻ്റെ വാൽവിൽ അല്ല. ബ്രെയിൻ എന്തുവാണ്, ബ്ലഡ് ക്ലോട്ടായിട്ട് ഇടയ്ക്കിടയ്ക്ക് ബോധം കിട്ടും. അസുഖമാണ് അതാ ദൈവത്തിനറിയാം. അത് എന്തെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പേരിൽ ഒരുപാട് പണം മുടക്കേണ്ടി വന്നു. 10-15 ലക്ഷം രൂപയൊക്കെ പോയി. അല്ല, അത് ഞാൻ പറയട്ടെ, ഞാൻ ഈ വളരെ ചെറുപ്പം മുതലേ ശരിക്കും പറയുകയാണെങ്കിൽ ഉറക്കം ഉളച്ച് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പണ്ട് മുതലേ ചെയ്യുന്നതാണ്. പൂച്ചപ്പട്ടി മനുഷ്യരൊക്കെ ചാരിറ്റിയും കാര്യങ്ങളും. വിശ്രമമില്ലാത്ത ജോലിയാണ് എനിക്ക്, മനസ്സിലായോ? വിശ്രമമില്ല എന്ന് വെച്ചാൽ ഉറക്കമില്ല, കറക്റ്റ് ഫുഡില്ല, നല്ല തടിയൊക്കെ ഉണ്ട്, പക്ഷേ കറക്റ്റ് ഫുഡില്ല. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ദൈവം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന നന്മയും കാര്യങ്ങളും ദൈവത്തിനറിയാമല്ലോ. അപ്പോൾ ദൈവം എനിക്കൊരു വിശ്രമം തരുന്നതാണ് ഇടയ്ക്കിടയ്ക്കുള്ള ബോധക്കേട്. 1/2 മണിക്കൂർ കിടക്കും, തനിയെ എണീക്കും, വെള്ളം ചൂടാക്കി കുടിക്കണമെങ്കിൽ കുടിക്കും. ആരും ഇല്ലല്ലോ, ഞാൻ തനിച്ചാണല്ലോ. എൻ്റെ മക്കളെന്ന് പറയുന്ന കൊച്ചുമക്കൾ ഇവരൊക്കെയാണ്, അവർക്കൊരു ചായ എടുത്ത് തരാനുള്ള കഴിവ് അവർക്കില്ലല്ലോ. അപ്പം നമ്മൾ തന്നെ എണീക്കണം. അതെന്തുകൊണ്ടാണ് നമുക്കതിനുള്ളൊരു ശക്തി ദൈവം തരുന്നത്? നമ്മൾ ചെയ്ത നന്മ അല്ലേ. ഇപ്പോൾ എന്നെ കണ്ടാൽ ഏതെങ്കിലും രീതിയിൽ എനിക്ക് വയ്യായി, ഇപ്പം ഞാൻ ആ സ്റ്റെപ്പ് കയറണമെങ്കിൽ പിടിച്ചിട്ട് വേണം കയറാൻ, മനസ്സിലായി? അപ്പോൾ എന്ന് വെച്ചാൽ സ്റ്റെപ്പ് ഇറങ്ങി എടുക്കുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോൾ ഭൂലോകം കറങ്ങുന്ന പോലൊക്കെ തോന്നും. അപ്പോഴൊക്കെ ഞാൻ പിടിച്ചാൽ നടക്കണം. അതുകൊണ്ടാണ് ഞാൻ വീണാൽ പോലും ദൈവം താങ്ങുന്നുണ്ട്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. കാരണം പിന്നെ ഈ അസുഖം വയ്ക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. വേറൊന്നുമല്ല, നമ്മൾ നല്ല ആരോഗ്യത്തോടെ നല്ല പണത്തോടെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് കാണും, ഒരുപാട് ബന്ധങ്ങൾ കാണും. ഇതൊക്കെ ഇല്ലാണ്ടാകുമ്പോൾ നമുക്ക് ആരുണ്ടാകും എന്നൊരു പരീക്ഷണം ദൈവം നമുക്ക് തന്നതാണ്. പക്ഷെ നമുക്ക് അസുഖം വന്നപ്പോൾ എനിക്കാരും ഇല്ലണ്ടായി, ആരുമില്ല. എനിക്കെല്ലാവരും ഉണ്ടെന്നാൽ ആരുമില്ല, മനസ്സിലായില്ലേ? അതായത് പണം ഉണ്ടെങ്കിലേ ബന്ധങ്ങളുള്ളൂ. തീർച്ചയായിട്ടും പണം ഉണ്ടെങ്കിലേ ബന്ധങ്ങളുള്ളൂ, സുഹൃത്തുക്കളുള്ളൂ. ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു സുഹൃത്തുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ്റെ 2 വയസ്സിൽ നമ്മൾ പരിചയപ്പെട്ട ഒരു ഫാമിലിയാണ് സുരേഷ് എന്ന് പറയും. ആ പുള്ളി ഇന്നും ഏതവസ്ഥയിലും നമ്മുടെ ഒപ്പം ഉണ്ട്. അത് എൻ്റെ മോൻ്റെ 2 വയസ്സ് മുതൽ മോനെ ഒരു കൊണ്ട് നടന്ന് വളർത്തിയെടുക്കുകയൊക്കെ ചെയ്ത് ഇന്നൊരു വീഴ്ച വന്ന ഉടനെ പുള്ളിക്കാരൻ ഉണ്ടെങ്കിൽ നമ്മളെ സഹായിക്കും, മനസ്സിലായില്ലേ? ഈ പൂച്ച ഇത് നോക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ വൃത്തിയാക്കിയും കുളിപ്പിക്കുകയൊക്കെ വേണ്ടേ?
ഞാൻ തന്നെ ചെയ്യുന്നത്. എത്രത്തോളം സമയം അതിൻ്റെ പിന്നിൽ? അയ്യോ, ഒന്ന് നേരം വെളുത്തപ്പോൾ തുടങ്ങിയതാണ്. ഒരു മണി വരെ കാപ്പി കുടിക്കാതെ 6 പേരെ കുളിപ്പിച്ചു. അങ്ങനെ എല്ലാ ദിവസവും കുളിപ്പിക്കും? ഇല്ല, ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ കുറച്ച് പേരെ കുളിപ്പിക്കുക. എല്ലാത്തിനെയും കൂടെ കുളിപ്പിക്കാൻ എനിക്ക് പറ്റത്തില്ലല്ലോ. 19 പൂച്ചകളുണ്ട്. കൊച്ചുങ്ങളെ കൂട്ടി. കൊച്ചുങ്ങളെന്നാ വിളിക്കുന്ന പൂച്ചയല്ലേ? എൻ്റെ മക്കളല്ലേ, പിള്ളേർ. അവർ ഇതെല്ലാം എൻ്റെ കുട്ടികളാണ്, എൻ്റെ വാവകളെന്നാ കിടക്കുന്നത്. എപ്പോഴെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ പൂച്ച? പിന്നെ എന്താ, അതായത് ഇവിടെ വേറൊരാളുണ്ടായിരുന്നു, ലിയോ എന്ന് പറഞ്ഞിട്ട്. അവൻ്റെ അച്ഛനും പേരാണോ? ലിയോ. വേറൊരാളുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ആളാണ്. അല്ല, ലിയോയുടെ വൈഫ്. ലിയോയാണ് ഞാൻ ആദ്യം വാങ്ങിച്ചത്. ലിയോയുടെ വൈഫ് ലച്ചു, ഇവർ രണ്ടുപേരും. അപ്പോൾ ഈ ലിയോയെ ആ മൂത്ത മകനാണ് മിത്തു, അവന് കണ്ടുകൂടാ. രണ്ടുപേരും തമ്മിൽ കണ്ട ഇതുപോലെ പാർട്ടി ഗുണ്ടകളെ പോലെ രണ്ടുപേരും തമ്മിലടിയുക. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇവരെ അടിച്ചുകൊണ്ട് നിൽക്കുകയല്ലേ. അപ്പം ഞാൻ പിടിച്ചു മാറ്റാൻ പോയപ്പോഴത്തേക്ക് ഇവർ കടിച്ചു തൂങ്ങി കിടക്കുന്നതുകൊണ്ട് ഞാൻ തന്തയുടെ വാലി പിടിച്ചു. പിടിക്കായി വാലി. ഇത് കേൾക്കുന്നവർ തെറ്റിദ്ധരിക്കണ്ട, പൂച്ചകൾ തമ്മിലുള്ള അടിപിടിയാണ് ഈ പറയുന്നത്. തന്തയുടെ വാലി പിടിച്ചു എന്ന് പറയും. വാലെന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. വാലി പിടിച്ച് ഇവനെ മാറ്റാൻ ശ്രമിച്ചപ്പോൾ മറ്റവൻ കടിവിട്ടു പോയി. ഇവൻ തിരിഞ്ഞ് വാലിന്ന് പൊങ്ങി ഇവൻ എന്നെ കടിച്ച് പറിച്ച് ഇവിടെ എല്ലാം ശരിയായി കളഞ്ഞു. അതാ ചറപുറ കടിച്ച് കളഞ്ഞു. അന്ന് ഞാൻ ഇഞ്ചക്ഷൻ എടുത്തില്ല. അതിനു മുമ്പ് എൻ്റെ ഒരു പ്രിയപ്പെട്ട മകനുണ്ടല്ലോ, കല്യാണി, പെണ്ണെന്ന് വിചാരിച്ചിട്ട പേരാ കല്യാണി. പക്ഷെ അവ ആണെന്നറിഞ്ഞപ്പോൾ ബാബാ കല്യാണി എന്നാക്കി. പൂച്ചകൾക്കൊക്കെ വെടിക്കെട്ട് പേരാണ് ഇട്ടിരിക്കുന്നത്. ഇതേ മൊണാലിസ, സിൻഡ്രല്ല, അത് ഇതേ കല്യാണി കയറിയിരിക്കുന്നുണ്ടോ കല്യാണി. ഈ പൂച്ചകളോട് വർത്താനം പറയും. പിന്നെ ഞാൻ പറയുന്ന വേറെ ആരോടെ വർത്താനം പറയുന്ന എല്ലാം മനസ്സിലാവും. രാത്രി 2 മണിയായാലും 3 മണിയായാലും കല്യാണിയുടെ അടുത്ത് ചെന്ന് കുറച്ച് നേരം ഇരുന്ന് അവനിങ്ങനെ തട്ടിക്കൊടുക്കാതെ ഞാൻ പോകുകയാണെങ്കിൽ അവിടെ ഉറങ്ങാതിരിക്കും. അതൊരു പ്രത്യേക ടൈപ്പ്. എൻ്റെ അടുത്ത് ഇവിടെ ഉള്ള ഈ പിള്ളേരിൽ ഏറ്റവും കൂടുതൽ എന്നെ ഇഷ്ടമാണ്. എന്നെ ഇഷ്ടമാണെന്നറിയില്ല, എനിക്കിഷ്ടമാണ്. പക്ഷേ അവൻ എന്നെ കാണാതെ അവൻ ഉറങ്ങത്തില്ല. കൂടെ കിടന്നതാണ്. ഇപ്പം ഞാൻ വേറെ മാറി, ആമ്പൂച്ചയല്ലേ, അപ്പോൾ ചിലപ്പം മൂത്രം ഒഴിക്കുകയൊക്കെ ചെയ്യുന്നവർ മാറ്റി. അവന് പക്ഷേ തലയുടെ ഫാന്, ഒരു ബെഡ്റൂമുണ്ട്, അവനൊരു ബെഡ്റൂമുണ്ട്. അവൻ സിംഗിളായിട്ടാണ്. ഈ കൂട്ടിലടയ്ക്കപ്പെട്ട പൂച്ചകളല്ലാതെ റൂമിനകത്തും പൂച്ചകളെ നിർത്തും? ഇവരെല്ലാം അകത്താ. കല്യാണി, ഡയാന, പിന്നെ മറ്റേ അടുത്ത വീട്ടിലെ പൂച്ചകളെല്ലാം കിച്ചണിൽ. അവർക്ക് ഒരു റൂം ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം പുറത്തുള്ളൊരു പിന്നെ പൂച്ച വന്ന് അവരെ കടിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ഞാൻ റൂമിൽ. അതായത് കേരളത്തിൽ പൂച്ചകൾക്ക് വീട് കൊടുത്തിരിക്കുന്ന, റൂം കൊടുത്തിരിക്കുന്ന, അതും വാടകയ്ക്ക് വീടെടുത്തിട്ട് പൂച്ചകൾക്ക് താമസിക്കാൻ സ്ഥലം കൊടുത്തിരിക്കുന്ന ഒരാളാണ്. എപ്പോഴെങ്കിലും ആരെങ്കിലും വർത്തമാനം പറയുന്നതിനിടയ്ക്ക് നിനക്ക് വട്ടാണോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. നീ എന്തിനിത് ചെയ്യുന്നു അത് ചോദിച്ചു. ഇത്രയും പൈസയും മുടക്കി, ഇത്രയും ഉറക്കം വിളച്ച്, തീരെ വയ്യാതായപ്പോൾ മോൻ പറഞ്ഞു, അമ്മ കുറച്ച് പേരെയൊക്കെ എങ്ങനെയെങ്കിലും ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാൻ പറഞ്ഞു. വയ്യാതാവുക, ഇടയ്ക്ക് ലോ ഷുഗറാണ് എന്തോ, ചിലപ്പോൾ തീരെ നടക്കാൻ പറ്റാത്ത അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ. അപ്പോൾ മിനി എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ, അവളാണ് വന്ന് ഇവരുടെ കാര്യങ്ങൾ, ഫുഡ് കൊടുക്കുന്നതും ക്ലീനാക്കുന്നതും. പിന്നെ അവൾ എനിക്ക് വയ്യെങ്കിൽ അവൾ ചെയ്തോളും. അപ്പോൾ പറഞ്ഞു, അമ്മ ഇത്രയും പേര് വേണ്ട, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട 2-3 പേരെ. ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെയല്ല, ഞാൻ വിചാരിക്കും ഇവനെ കൊടുക്കാം. അപ്പോൾ അവൻ്റെ മുഖത്ത് നോക്കുമ്പോൾ അയ്യോ വേണ്ട. അപ്പോൾ അങ്ങനെ കൊടുത്തതിനെ തിരിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കൊടുത്തിട്ടുണ്ടല്ലോ, 2 എണ്ണം കൊടുത്തു ഒരാഴ്ച മുമ്പേ. അപ്പോൾ അവിടെ പോയിട്ട് അവർ പിന്നെ പറഞ്ഞ് ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരെ കുടുംബത്തിൽ കലകം ഉണ്ടാക്കുന്ന ശരിയല്ലല്ലോ, കൊണ്ടുവരാൻ പറയണം. ഇപ്പോൾ അവർ അടുത്ത് പോയെന്ന് ഞാൻ പറഞ്ഞു, വേണ്ട, ഒരു പ്രാവശ്യം ഇഷ്ടക്കേടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി അവരവിടെ സുരക്ഷിതരല്ല. അതുകൊണ്ട് എൻ്റെ കുട്ടികളെ എനിക്ക് തിരിച്ചു കൊണ്ട് തരണം. പൈസ മേടിച്ചിട്ടല്ല കൊടുത്തത്. ആണും പെണ്ണും, പേർഷ്യൻ ക്യാറ്റ്, ആണിനെയും പെണ്ണിനെയും കൂടെ കൊടുത്തത്. ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലേ, അവർ 2 പേര്. അപ്പോൾ അവർ പോയപ്പോൾ എനിക്കൊരു വെപ്രാളമുണ്ട്. പക്ഷേ നന്നായിട്ട് നോക്കുമെന്ന് പറഞ്ഞാണ് ഞാൻ കൊടുത്തപ്പോൾ അവരൊരു നീരസം പറഞ്ഞ സ്ഥിതിക്ക് അഡോപ്ഷന് ഡോഗിനെ എടുത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നാടൻ പട്ടികളെ മൊത്തം ഞാനല്ലേ പൈസ കൊടുത്ത് അവരെ സ്റ്റെറിലൈസ് ചെയ്ത് ഇടുന്നത്, ഓപ്പറേഷൻ ചെയ്ത് 2 എണ്ണത്തിന് കൊടുത്തിരിക്കുക. 3000 രൂപയാണ് PF എൻ്റെ നിന്ന് വാങ്ങിച്ചത് ഒരാളെ ഓപ്പറേഷൻ ചെയ്യുന്നതിന്. അതെങ്ങനെ മനസ്സിലായില്ല? പ്രസവം നിർത്താനേ. തെരുവ് പട്ടിയാണ്. ഇവരെന്ത് ചെയ്യുന്നറിയോ, ഈ തെരുവ് പട്ടികൾ വല്ലവരുടെയും വീട്ടിൽ പോയി പ്രസവിച്ചാൽ ആ കുട്ടികളെയൊക്കെ കൊണ്ട് എൻ്റെ നടയിലിടും. ഇതേ ഇവിടെ കിടന്നാ വളരുന്നേ പിള്ളേർ, അവിടെ ഇട്ടാ വളർത്തുന്നത്. വളർത്തിയിട്ട് ഞാൻ അവരെ വിളിച്ച് വരുത്തി അവർക്ക് പൈസ കൊടുത്തിട്ട്
ഈ മക്കളെയും തള്ളയും എല്ലാവരെയും കൂടെ പിടിച്ചു കൊടുത്തിരിക്കുക. ഓപ്പറേഷൻ ചെയ്തിട്ട് തിരിച്ചു കൊണ്ടിടാൻ പറഞ്ഞു. ഇതിന് സർജറി നടത്തിയിട്ട് തിരിച്ചു. അത് സാധാരണ ഗവൺമെൻറ് ഫണ്ടൊക്കെ ഉള്ളതല്ല. അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ പറയണത് 8-9 പട്ടിയുണ്ടെങ്കിലേ വരുള്ളൂ കൗൺസിലർ കോർപ്പറേഷനിൽ വിളിച്ച് പറയാൻ പറഞ്ഞു. പക്ഷേ അവരത് ചെയ്യാത്തതുകൊണ്ട് പിറ്റേ പ്രാവശ്യം വീണ്ടും അത് 8 എണ്ണത്തിന് പ്രസവിച്ചു. ആദ്യം പ്രസവിച്ച 2 പെണ്ണിനെ ഞാൻ അഡോപ്ഷന് കൊടുത്തു കഴിഞ്ഞപ്പോൾ ബാക്കി 6 എണ്ണം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അവിടെ ഇട്ടേക്ക്, അവിടെ ഒരു പൊടിഞ്ഞ വീട്ടിലാണ് പ്രസവിച്ചത്, അവിടെ ഇട്ടേക്കാൻ പറഞ്ഞു. അവർ ചാക്കി കെട്ടിക്കൊണ്ട് കളഞ്ഞു. പിന്നെ ഞാനിവിടെ കിടന്ന് കരഞ്ഞും പിടിച്ചും എങ്ങനെ അത് എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുമെന്നുള്ളൊരു ടെൻഷനായിരുന്നു. കാരണം കണ്ണ് തുറന്ന് വന്നതേ ഉള്ളൂ, ആഹാരം കഴിക്കാത്ത കുട്ടികളെ ചാക്കി കെട്ടിക്കൊണ്ട് കളയുക എന്ന് പറയുമ്പോഴേ അത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളത് കളയണ്ട, എനിക്ക് ഞാൻ ആരെങ്കിലും കാല് പിടിച്ച് ഞാൻ PFയുടെ പിള്ളേരെയൊക്കെ വിളിച്ചിട്ടേ അപ്പോൾ അവർ കൊണ്ടൊരു ഈ കുട്ടികളെയൊക്കെ കൊടുക്കും. ഇങ്ങനെ കൊടുത്താൽ ആണിനും പെണ്ണിനെ, ഞാൻ ആദ്യം പെണ്ണിനെയാണ് എടുത്തത്. 2 പേര് വന്ന് പെണ്ണിനെ എടുത്തു കൊണ്ടുപോയി. 2 ആമ്പിള്ളേർ വട്ടിയൂർക്കാവിലുള്ള പയ്യനൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോയായിരുന്നു. നമ്മൾ സാധാരണ പട്ടികളെ വളർത്തുമ്പോൾ അതിന് വാക്സിനേഷൻ എടുക്കാറുണ്ട്. എടുത്തു. ഈ പൂച്ചയെ വളർത്തുമ്പോൾ അത് വേണ്ട? എടുത്തു. എല്ലാവരും എടുത്തിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ? കുഞ്ഞുങ്ങളെ എടുത്തില്ല, അതിനുള്ള പ്രായമായില്ലല്ലോ. എത്ര മാസം ആകുമ്പോഴാണ് ഒരു പൂച്ച? ഇപ്പോൾ ഈ 1 മാസം കഴിയുമ്പോൾ അവർക്ക് വേണമെങ്കിൽ രോഗം വരാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ എടുക്കാം. പക്ഷേ നമ്മളിതിനെ ഇപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് അത് നല്ല ഇച്ചിരി പൈസ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഡോഗിന് എടുക്കണമെങ്കിൽ 600 എത്ര രൂപയാണ് അതിൻ്റെ ഒരു അസുഖം വരാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ, അതെടുക്കേണ്ടത്. മറ്റേ അവരുടെ പേയുടേതും പിന്നെ വിരയുടെ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വിരയുടെ മരുന്ന് ഇവർക്കെല്ലാവർക്കും കൊടുത്തു. അതായത് ഇത്രയും പൂച്ചകളും ഈ വീട്ടമ്മയുണ്ട്, വയ്യായികൊക്കെ വന്നപ്പോൾ ഇതിനെ കൊടുത്താൽ കൊള്ളാമെന്നുണ്ടല്ലേ? അതെ അതെ. ഞാൻ കുറേ ആൺപൂച്ചകളുണ്ടല്ലോ, അവരെ ഞാൻ ഫ്രീ കൊടുക്കാം, കുഴപ്പമില്ല, അവരെ ഞാൻ ഫ്രീ കൊടുക്കാം. പക്ഷേ കൊച്ചുങ്ങൾക്ക് എങ്കിലും അവർ പൈസ തരണം. കാരണം നമ്മൾ ആഴ്ചയിൽ ഒരു ഉത്തരവാദിത്തം വരണമെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുത്താൽ അത്ര നോക്കണമെന്നില്ല. അങ്ങനെയുണ്ടല്ലോ, ഫ്രീ ആയിട്ട് കൊടുത്തോണ്ടാണ് അവരിങ്ങനെ കുറ്റവും കുറവും പറയുന്നത്. വില കൽപ്പിക്കത്തില്ല. അപ്പോൾ എന്തായാലും ചെറിയ പൈസ തന്നിട്ട് അവരെ മനസ്സാക്ഷിയിൽ ചെറിയ പൈസ, ഇത്രയും ആഴ്ചയിൽ 7000 രൂപ. സാധാരണ ഒരു പൂച്ചയ്ക്ക് എത്ര രൂപ വരെ? ഞാൻ വാങ്ങിച്ച ഒരു പേർഷ്യൻ ക്യാറ്റ് 10 രൂപ. 10000 രൂപ. ഒരു പൂച്ചക്കുഞ്ഞിന് 10000 രൂപ ഞാൻ വാങ്ങിയത്. എത്ര നാൾ മുമ്പ്? അതൊരു 4 വർഷമാവും. ഇപ്പൊ അതിലും കൂടുതൽ വിലയുണ്ട്? ഇല്ല, ഇപ്പൊ 3000 രൂപ കിട്ടിയോ പുണ്യം എന്ന് പറയാം. ഈ കടകളിലും അത്രയും വിലയുള്ളോ? അല്ല, നമ്മളെ ഏജന്റ് അല്ലേ നമ്മളേന്ന് എടുക്കുന്നത്. നമ്മളേന്ന് ഏജന്റ് എടുത്ത് കോയമ്പത്തൂരൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് നല്ല കാശ് കിട്ടും. ഇവിടെ നിന്ന് നമ്മളേന്ന് 3000-ന് എടുക്കുന്നത് അവർ 4000-ന് കോയമ്പത്തൂർ കൊടുക്കണേ, അവർ 5000-ന് അവിടെ വിൽക്കും. അങ്ങനെ അവർ ഓരോരുത്തരും 1000 വെച്ച് ഇങ്ങനെ എടുക്കാം. നമുക്കതും കെട്ടിപ്പിടിച്ചിരുന്നാൽ ഇവർ ഇത്രയും വലുതാവത്തില്ലേ? വലുതായാൽ പിന്നെ അത്ര ഈ പൂച്ചകളെ വിൽക്കാനുള്ള ഒരു പ്ലാനിങ് ഉണ്ട്. ഈ കുഞ്ഞുങ്ങളെയൊക്കെ കൊടുക്കാനൊരു പ്ലാനുണ്ട്. അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകരാരെങ്കിലും ആവശ്യപ്പെട്ട് വന്നാൽ അതിന് നിശ്ചിത വിലയ്ക്ക് കൊടുക്കുമോ? പിന്നെ നല്ല റേറ്റ് കുറച്ച് ഞാൻ കൊടുക്കും. പക്ഷെ നന്നായിട്ട് നോക്കണം. കൊടുക്കുന്നതിൽ പിന്നെ ഒരു എഗ്രിമെൻറ്റും കൂടെ വേണം എനിക്ക്. അവർ എന്തെങ്കിലും അസുഖം വന്നാൽ കൊണ്ട് കളയാതിരിക്കാനായിട്ട് അവർ ആധാർ കാർഡ് എന്തെങ്കിലും ഒരു ID തരണം, അഡ്രസ്സ് തരണം. വിലയ്ക്ക് മേടിച്ചാലും ID തരണം, അഡ്രസ്സ് തരണം. പിന്നെ ഇടയ്ക്കൊക്കെ മനസാക്ഷി പോലെ ഒരു വീഡിയോ തന്നാൽ അത്രയും ഒരു സന്തോഷം. അതായത് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് തരണം. കൊച്ചുങ്ങൾ വലുതാകുന്നതൊക്കെ കാണാമല്ലോ. ഭയങ്കര ആഗ്രഹമാണ്. ഇനിയും ചാരിറ്റി തുടരാനാണ് താല്പര്യം. പിന്നെ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്, ഏതെങ്കിലുമൊക്കെ ഒന്ന് നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ പൂർവാധിക ശക്തിയോടെ രംഗത്തിറങ്ങും ചാരിറ്റി. കേട്ടറിഞ്ഞതുപോലെയല്ല, വളരെ വ്യത്യസ്തമാണ്, വളരെ രസകരമാണ് ഈ വീട്. പൂച്ചകൾക്ക് ബെഡ്റൂമുള്ള കേരളത്തിലെ ആദ്യത്തെ വീടാണെന്ന് തോന്നുന്നു. വളരെ രസകരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്, അതിനെ സംരക്ഷിക്കുന്നത്. ഇപ്പോൾ ചില അസുഖങ്ങളൊക്കെ വന്നതുകൊണ്ട് ഈ പൂച്ചക്കുഞ്ഞുങ്ങളിൽ ചെറുതിനെയൊക്കെ വിൽക്കാനൊരു ആഗ്രഹമുണ്ട്. അത് ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്ത് വളർത്തുമെന്ന് ഉറപ്പുള്ളവർക്ക് ആധാർ കാർഡ് ഉൾപ്പെടെ കൊടുത്താൽ മാത്രമേ അത് കൊടുക്കൂ. ID കൊടുത്താൽ മാത്രമേ, അഡ്രസ്സ് കൊടുത്ത് അവരുടെ തിരിച്ചറിയൽ കാർഡ് കൊടുത്താൽ മാത്രമേ അതിനെ വിൽക്കത്തുള്ളൂ. എങ്കിലും വലിയ വിലയൊന്നും അവർ ആവശ്യപ്പെടുന്നുമില്ല. എന്തായാലും ഇടയ്ക്കൊരു വീഡിയോ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്, ഇത് ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളൊരു തെളിവ്. എന്തായാലും ഈ പൂച്ചകളും ഈ അമ്മയും സന്തോഷമായിട്ട് കൂടുതൽ നാൾ വീണ്ടും ഇവിടെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.